Morning guys, it's your cookie nomad here. Welcome to another video. It's around 7 o'clock, 6:55 in the morning. It's a Sunday morning, beautiful morning. റൈഡിന് ഇറങ്ങി ആസ് യൂഷ്വൽ. റൈഡ് പോകുന്ന സ്ഥലം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 85 to 90 കിലോമീറ്റേഴ്സ് ദൂരത്തിലുള്ള മൂൽബാഗ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ടെമ്പിളിലേക്കാണ്. ശ്രീരാം രാമലിംഗേശ്വര സ്വാമി ടെമ്പിൾ എന്നാണ് ടെമ്പിളിൻ്റെ പേര്. ക്ലോസ് ടു 1.5 hours to 2 hours എടുക്കും അതവിടെ എത്താനായിട്ട്. സോ ലെറ്റ്സ് റൈഡ്. നമ്മളങ്ങനെ ഹസ്കോട്ട് കഴിഞ്ഞു കേട്ടോ. രാവിലെ 7 മണി കിട്ടുള്ളൂ, 7:10 ആയിട്ടുള്ളൂ, 7:15 ആവുന്നുള്ളൂ. ബട്ട് ട്രാഫിക് കാണുന്നില്ലേ, ഒരുപാട് ബൈക്കേഴ്സിനെയും കൊണ്ട് ഇപ്പോൾ വരുന്ന വഴിക്കൊക്കെ. നമുക്കിനി ഫ്യൂവൽ ചെയ്യണം. അതിനുശേഷം നമ്മൾ നേരെ വെച്ചലക്കും. 1 hour 40 minutes or 35 minutes ആണ് കാണിച്ചിരുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. 85 kilometers or something. നല്ല വെയിൽ വന്ന് തുടങ്ങി കേട്ടോ. രാവിലെ ഇപ്പോൾ 8 മണി ആയിട്ടില്ല, 7:45 പക്ഷെ നല്ല വെയിലുണ്ട്. വാവ്, ബ്യൂട്ടിഫുൾ വ്യൂ. നമ്മൾ ഏകദേശം കോലാർ എത്താറായി. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 50% ദൂരം കവർ ചെയ്തു. ഇനി മേ ബി അനദർ 30 kilometers or something, 30 to 40 kilometers പോകേണ്ടത് നമുക്ക്. ഓൾറെഡി നമ്മുടെ ചായ കുടിച്ചാണ്. സോ വി ആർ നോട്ട് ടേക്കിംഗ് എനി ഫർദർ ബ്രേക്സ്. കോലാർ സിറ്റി ടച്ച് ചെയ്യാതെ നമ്മൾ കോലാറിലെ ബൈപ്പാസ് വഴി കോലാർ സിറ്റി ക്രോസ് ചെയ്ത് മൂൽബാഗ ഡയറക്ഷനിൽ പോകും. മൂൽബാഗിൽ എത്തുന്നതിന് കുറച്ച് മുമ്പേ നമുക്ക് റൈറ്റ് ഡീവിയേഷൻ എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ടെമ്പിളിലേക്ക് പോകാനായിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ടെമ്പിളിൻ്റെ പേര് രാമലിംഗേശ്വര സ്വാമി ടെമ്പിൾ എന്നാണ്. ഇറ്റ്സ് എ ക്ലസ്റ്റർ ഓഫ് ടെമ്പിൾ. ഒരുപാട് ടെമ്പിൾ, ഒരു കംപ്ലീറ്റ് ഏരിയ മുഴുവൻ നിറയെ ടെമ്പിൾസാണ്. വാവ്, ദിസ് വ്യൂ നെവർ ഗെറ്റ്സ് ഓൾഡ്. എല്ലാ ആഴ്ചയും വരുമെങ്കിലും ഞാൻ ഈ വഴിക്ക്. ദിസ് വ്യൂ നെവർ ഗെറ്റ്സ് ഓൾഡ്. നൈസ്. നമ്മളത് കോലാർ എത്തി കേട്ടോ. കോലാർ കാണുന്നില്ലേ, 1 kilometer. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ കോലാർ സിറ്റിക്കകത്തേക്ക് എത്തും. നമ്മൾ സ്ട്രെയിറ്റ് നമ്മൾ ഈ ഒരു ഹൈവേ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ കോലാർ സിറ്റി ബൈപ്പാസ് ചെയ്തിട്ട് നമ്മൾ മൂൽബാഗൽ പോകുന്ന റോഡിലേക്കാണ് കയറുക. മിൽക്ക് ആൻഡ് സിൽക്ക് സിറ്റി കോലാർ. ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കോലാർ സിറ്റിക്കകത്ത് എത്തും കേട്ടോ. നമുക്ക് പക്ഷേ സിറ്റി ടച്ച് ചെയ്യണ്ട. സോ വി ആർ ഗോയിങ് സ്ട്രൈറ്റ്. അപ്പം മൂൽബാഗൽ എത്തുന്നതിൻ്റെ 7 kilometer മുൻപേ കേട്ടോ നമുക്ക് ഈ ഒരു ഡീവിയേഷൻ ഉള്ളത്. നെക്സ്റ്റ് റൈറ്റ് ഡീവിയേഷൻ നമുക്ക് കൊടുക്കാനുള്ളത്. റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ആവണി ബെട്ട എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അവിടെ ഒരു എന്താ പറയുക, ഒരു ട്രക്കിംഗ് സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതേ ഡയറക്ഷനിലേക്കാണ് പോകുന്നത് ഇപ്പം. ഓക്കെ, ഇത് രസമുള്ള റോഡാണ് നോക്കിക്കേ. ഇനി അങ്ങോട്ട് നിറയെ വളവുകളും തിരിവുകളും ഒക്കെ ഉള്ള റോഡാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വേണം നമുക്കൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് എടുക്കാം. നല്ലൊരു ചായക്കട കാണുവാണെങ്കിൽ 100% നമ്മൾ ബ്രേക്ക് എടുത്തിരിക്കും. ഒരു കൂൾ ബ്രീസ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും. ഓഹോ, പിന്നെ 2 സൈഡിലായിട്ട് അഗ്രികൾച്ചറൽ ലാൻഡ്, ദൂരമായിട്ട് മലകളും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ. നൈസ്, ഗുഡ് റോഡ് ഓൾസോ. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നമ്മളിപ്പം ഈ വരുന്ന സ്ഥലത്തേക്ക് ബാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ ബാംഗ്ലൂർ, KR പുരം, ഹൊസ്കോട്ടെ, കോലാർ, അത് കഴിഞ്ഞ് ഹെഡ് നമ്മൾ മൂൽബാഗൽ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു 30 kilometers അടുത്ത്, 25 to 30 kilometers കോലാർ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവണിയിലേക്കുള്ള ഡീവിയേഷൻ കാണാം. അപ്പോൾ മൂൽബാഗിൽ എത്തുന്നതിൻ്റെ 7 kilometer മുൻപേ ആണ് ആ ഡീവിയേഷൻ ഉള്ളത്. അവിടുന്ന് റൈറ്റ് ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ
ഒരു എന്താ എനിക്കൊന്നൊരു 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു അമ്പലം എത്തും കേട്ടോ. അത് 1.5 കിലോമീറ്റേഴ്സ്. അടിപൊളി. ഇതാണ് ആവണി എന്ന് പറഞ്ഞ ടൗൺ കേട്ടോ. ആവണി എന്ന് പറഞ്ഞ ടൗണിലെ ഒരു ടെമ്പിളാണ്. ഇവിടെ തന്നെയാണ് നമ്മൾ ആവണി ബെട്ട. ബെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല എന്നാട്ടോ കന്നഡയിൽ മീൻ. അപ്പോൾ ആവണി ബെട്ട ഇവിടെ തന്നെയാണ് ഉള്ളത്. മീൻസ് ഇതിൻ്റെ നമുക്ക് ഈ ടെമ്പിളിൻ്റെ മേലേക്കായിട്ട് തന്നെയാണ് എൻ്റെ അറിവ്. ഒരു ട്രക്കിംഗ് സ്പോട്ട് കൂടെ ഉണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ അവിടെ ഇവിടെ പോയി നോക്കാം. അതിന് മുമ്പേ ടീ എനിക്ക് ടീ വെരി ബാഡ്ലി. ഓക്കെ, അമ്പലത്തിലെത്തി. ഇനി അൺപാക്കിങ് ആൻഡ് അൺഡ്രസ്സിങ് ചെയ്യട്ടെ. നമ്മളങ്ങനെ ടെമ്പിളിനകത്ത് കയറി കേട്ടോ. ടെമ്പിളിനകത്ത് വേറെ വൈബ് തന്നെ. കാരണം എന്താ പറയുക, ആർക്കിടെക്ചറൽ മാവൽ എന്നൊക്കെ പറഞ്ഞാൽ മതിയാവത്തില്ല. അമ്മാതിരി എന്താ പറയുക ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഈ ഒരു കല്ലുകളിലും ഈ ടെമ്പിൾ വോളിലൊക്കെ. ആരുമില്ല, കംപ്ലീറ്റ്ലി എംപ്റ്റി. ഇവിടെ പൂജ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ ക്ലസ്റ്റർ ഓഫ് ടെമ്പിൾസ്. ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. പറകിൽ നിങ്ങൾക്ക് ആവണി ബെട്ട കാണാം. അപ്പം അവിടെ ട്രക്കിംഗ് ഒക്കെ അലൗഡ് ആണ്. അങ്ങോട്ട് നമുക്ക് നോക്കാം, പോകാൻ പറ്റുമോ നോക്കാം. ഞാൻ ഈ ഒരു ടെമ്പിൾസൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ. എക്സ്പ്ലോർ ചെയ്യുന്നു. ഏകദേശം 10 മുതൽ 15 വരെ ഇതേപോലത്തെ സെപ്പറേറ്റ് മന്ദിരങ്ങളുണ്ട്. അപ്പം പൂജയും കാര്യങ്ങളുണ്ട്. കാരണം എനിക്ക് ദീപമൊക്കെ ഉള്ളിൽ തെളിച്ചിട്ടുണ്ട്. പിന്നെ ഇത്ര നേരമായിട്ടും ഒരാളെ പോലും കണ്ടില്ല. അതാണ് ഒരു സങ്കടമുള്ള കാര്യം. കാരണം ദിസ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. എന്നിട്ടും ആൾക്കാർ എന്താ എക്സ്പ്ലോർ ചെയ്യാത്ത അറിയത്തില്ല. ഒന്നുമായി ബട്ട് പിറകിലുള്ള ആവണി ബെട്ടയിലേക്ക് ഒരുപാട് പേര് ട്രക്കിങ്ങിനൊക്കെ പോകുന്ന കാണുന്നുണ്ട്. ബട്ട് നോബഡി ഈസ് വിസിറ്റിംഗ് ഹിയർ. നിങ്ങൾ ആവണി ബെട്ടയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഡു വിസിറ്റ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നമ്മുടെ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മീൻ പിടിക്കുകയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങോട്ട് പോയി നോക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക. കമൻറ്റ്സ് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video. Bye.